Ukraine's President Volodymyr Zelensky and India's Prime Minister Narendra Modi. Indian Prime Minister Narendra Modi greeted Ukrainian President Volodymyr Zelensky with an embrace. We've heard already from the report this is a historic visit. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിലേക്ക് തന്റെ യാത്ര പോകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. യാത്ര പോവുകയും ചെയ്തു. ഈ യാത്ര പോയതിനു ശേഷം ചരിത്രം സൃഷ്ടിച്ചുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. എന്തുകൊണ്ട് ഒരു ചരിത്രം സൃഷ്ടിച്ചോ? അതിനുള്ള കാരണം എന്താണ്? ഇന്ത്യക്കും റഷ്യയ്ക്കും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായി എന്ന് ചൈനയുടെ മാധ്യമങ്ങൾ വാർത്ത പുറത്തിറക്കി. എന്താണ് ഇന്ത്യയുടെ നിലപാട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കൂടെ ഉക്രൈൻ ഇന്ത്യക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം വരുന്നുണ്ട്. 1991 ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരാൾ ഉക്രൈനിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അതിന്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമായിരിക്കും? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. ചരിത്രം സൃഷ്ടിച്ചു എന്ന് പറയാൻ കാരണം റഷ്യയും ഇന്ത്യയും സുഹൃത്തുക്കളാണ്. കുറെ കാലമായി അങ്ങനെയാണ്. അതും പുടിൻ യുഗം എന്ന് പറയുമ്പോൾ പിരിക്കാനാകാത്ത സുഹൃത്തുക്കളായി ഇന്ത്യയും റഷ്യയും മാറി. ഇന്ത്യയുടെ ഓരോ നീക്കത്തിന് പിന്നിലും റഷ്യയുണ്ട്. റഷ്യയുടെ നീക്കം ഇന്ത്യയെ ചുറ്റിപ്പറ്റിയാണ് എന്നൊക്കെ നമുക്കറിയാം. ചെന്നൈയിൽ നിന്ന് വ്ളാഡിവോസ്റ്റോക്കിലേക്ക് ഒരു പാത നിർമ്മിക്കാൻ പോകുന്നു. അതേസമയം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിന് നമ്മളൊരു റൂട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം ചൈനയ്ക്കെതിരെ, പാകിസ്ഥാനെതിരെ ഇന്ത്യ റഷ്യയുമായി ചേർന്ന് പ്രവർത്തിക്കും. ഇങ്ങനെയുള്ള പല സംസാരം ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലെല്ലാം ഇന്ത്യ റഷ്യ സൗഹൃദത്തെക്കുറിച്ചായിരുന്നു വലിയ രീതിയിൽ ചർച്ചയായത്. എന്നാൽ പൊടുന്നനെ ഇന്ത്യയുടെ യാത്ര ഉക്രൈനിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ആശങ്കയായിരുന്നു. ഈ ആശങ്കയ്ക്ക് കാരണം ഒരുപക്ഷെ റഷ്യയ്ക്ക് ഇത് കാരണം ഇന്ത്യയോട് ദേഷ്യം വരുമോ എന്നുള്ളതാണ്. അതിനാൽ ഇന്ത്യയുടെ ഓരോ പ്രസ്താവനയും ഇവിടെ വലിയ കാര്യമായാണ് കാണുന്നത്. ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്ത് എന്ന ചോദ്യത്തിന് ഞങ്ങൾ റഷ്യയും പിന്തുണയ്ക്കുന്നില്ല, ഉക്രൈനെയും പിന്തുണയ്ക്കുന്നില്ല. സമാധാന ചർച്ചയ്ക്ക് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. സമാധാന ചർച്ചയിലൂടെ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ പല രാജ്യങ്ങളും ഉള്ളിലേക്ക് കയറുമ്പോൾ തീർച്ചയായും ഈ ഒരു പ്രശ്നം പ്രതികൂലമായി ബാധിക്കും എന്ന നിലപാടിലാണ് ഇന്ത്യയുള്ളത്. 1991 ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈനിലേക്ക് പോയി. അതിനുശേഷം ഉക്രൈന്റെ നിലപാട് എല്ലായ്പ്പോഴും ഇന്ത്യക്ക് എതിരായിരുന്നു എന്ന് നമുക്കറിയാം. ജമ്മു കാശ്മീർ പ്രശ്നം, അല്ലെങ്കിൽ അതിന് മുൻപുണ്ടായ കാർഗിൽ യുദ്ധം, അതുമല്ലെങ്കിൽ നമുക്ക് ലഭിച്ച അണുആയുധം, ഇവയ്ക്കെല്ലാം ഉക്രൈൻ എതിർപ്പ് മാത്രമേ പ്രകടിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു നാടിനെ ഇന്ത്യ കൈവിട്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിലേക്ക് പോകുന്നു. സെലൻസ്കി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഉക്രൈനിലേക്ക് എത്തി അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുവെന്ന് കാണണം എന്ന് സെലൻസ്കി ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിയതും ഇരുവരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. ആ സമയത്താണ് സെലൻസ്കി പ്രസ് മീറ്റിൽ വന്നിട്ട് ചരിത്രം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത്. ഇന്ത്യയുടെ സ്വാധീനത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. അതും മോസ്കോ, റഷ്യയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള സൗഹൃദവും റഷ്യയിൽ ഇന്ത്യയുടെ സ്വാധീനത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. ഒരുപക്ഷെ ഇന്ത്യ വിചാരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടെത്താനാകുമെന്നും പറഞ്ഞു. അതും സെലൻസ്കിയുടെ അഡ്വൈസർ ഒരാൾ ഒരു കാര്യം പറഞ്ഞു. ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ നിലപാട് വലിയൊരു വഴിത്തിരിവ് സൃഷ്ടിക്കുമെന്ന് ഈ സെലൻസ്കിയുടെ ഉപദേശകൻ പറഞ്ഞു. അപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഒരു സുഹൃത്ത് എന്ന നിലയിൽ റഷ്യയ്ക്കും ഉക്രൈനും തമ്മിലുള്ള ഒരു സംഭാഷണത്തിനായി നിങ്ങളെ വ്യക്തിപരമായി തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെ സമാധാന ചർച്ച മാത്രമേ പരിഹാരമാകൂ, മറ്റെല്ലാം യുദ്ധം വിപുലീകരിക്കാനുള്ള വഴികളാണ് എന്നും പറഞ്ഞു. അതുപോലെ ഇന്ത്യ ഏത് പക്ഷത്താണ് എന്ന ചോദ്യം ഉയർന്നു. ഞങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്താണ്. ഞങ്ങൾ റഷ്യയുടെയോ ഉക്രൈന്റെയോ പക്ഷത്തല്ല. ഏത് വശമാണോ സമാധാനമുള്ളത്, ഏത് രാജ്യത്തിന്റെ പരമാധികാരമാണോ അവിടെ ബാധിക്കപ്പെടുന്നത്, ആ രാജ്യത്തിനു വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും ഇന്ത്യ പിന്തുണയ്ക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അപ്പോ ഈ ഒരു സ്ഥലത്ത് ഇന്ത്യയുടെ നിലപാട് സമാധാനം മാത്രമാണ് എന്ന് ഇന്ത്യ തറപ്പിച്ചു പറഞ്ഞാലും ചൈനയുടെ മാധ്യമങ്ങൾ എന്ത് പറഞ്ഞുവെന്നറിയണ്ടേ? റഷ്യ ഇന്ത്യയെ സൗഹൃദ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിന്നും പുറത്തേക്കെടുക്കാൻ പോകുന്നു എന്ന വാർത്ത പുറത്തുവിട്ടു. ഇക്കാര്യം റഷ്യ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അതിന് മുൻപ് തന്നെ ചൈന നമുക്കെതിരെ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ തുടങ്ങി. എന്നാൽ അതോടുകൂടി നിർത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ചൈനയിൽ നിന്നും അടുത്ത വാർത്ത പുറത്തു വന്നു. ഇന്ത്യക്ക് S-400 റഷ്യ നൽകില്ല എന്ന്. റഷ്യ അതിൽ നിന്നും പിന്മാറുകയാണ്. കൂടാതെ റഷ്യ ഇന്ത്യക്ക് സൈനിക ആയുധങ്ങൾ, സൈനിക സഹായം ഒന്നും തന്നെ ഇനി നൽകാൻ പോകുന്നില്ല. ഇന്ത്യക്കും റഷ്യയ്ക്കും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ വിള്ളലുണ്ടായി, ആ ഒരു ബന്ധം വഷളായി എന്നൊക്കെ
നമ്മൾ പോലും അറിയാത്ത ചില വാർത്തകൾ ചൈന പുറത്തുവിട്ടു. അപ്പോൾ എപ്പോഴാണ് ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുക? ആ പ്രശ്നത്തെ എങ്ങനെ വളർത്തിയെടുക്കാം? എത്രത്തോളം പ്രശ്നങ്ങൾ അതിനുള്ളിലേക്ക് കൊണ്ടുവരാം? ഇതിനെല്ലാം ചൈന കാത്തിരിക്കുകയാണ്, തയ്യാറെടുക്കുകയാണ്. ഈ സമയത്ത് ഇന്ത്യയുടെ നിലപാടിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരുമായും സൗഹൃദം പുലർത്താൻ ആഗ്രഹിക്കുന്നു. ഒരാളെ പിന്തുണയ്ക്കാനും മറ്റൊരാളെ എതിർക്കാനും ഞങ്ങൾക്ക് സാധിക്കില്ല. ഉക്രൈന്റെ പരമാധികാരം ബാധിക്കപ്പെടുന്നത് ഞങ്ങൾക്ക് സഹിക്കാനാകില്ല. അതേസമയം സമാധാന ചർച്ചയ്ക്ക് പല രാജ്യങ്ങളും തടസ്സമായി മാറുന്നു എന്നുള്ളതും ഞങ്ങളെ കൊണ്ട് മറക്കാനാകില്ല. അങ്ങനെ എല്ലാ സത്യങ്ങളും മോദി പറയാൻ തുടങ്ങി. ചർച്ചയിലൂടെയും സർക്കാർ നടപടികളിലൂടെയും മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ. അതല്ലാതെ നമ്മൾ സമയം പാഴാക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആ ഒരു വഴിയിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ടെന്നും ഇന്ത്യ വീണ്ടും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. ഇപ്പോ ഇന്ത്യക്കും ഉക്രൈനും ഇടയിൽ എന്തെങ്കിലും കരാറുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിലുണ്ട്. ഇന്ത്യയുടെ ഏകദേശം 100ഓളം വിമാനങ്ങൾ ഉക്രൈനെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഉക്രൈന്റെ ചില കരാറുകൾ അടിസ്ഥാനമാക്കിയാണുള്ളത്. ഇന്ത്യക്ക് ഒരു പ്രധാനപ്പെട്ട വിമാനമുണ്ട്. അതാണ് AN-32 മീഡിയം ടാക്ടിക്കൽ മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്. ഈ AN-32 എന്ന 100ൽ കൂടുതൽ എയർക്രാഫ്റ്റിനെ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു വിമാനം LACയിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, ആ ഒരു സ്ഥലത്ത് 55ൽ കൂടുതൽ ഡിഗ്രി സെൽഷ്യസ് താപനില ഉണ്ടായാലും ഉയരം 4500 മീറ്റർ ആണെങ്കിൽ പോലും ഈ വിമാനത്തിന്റെ ഗുണനിലവാരം വളരെ മികച്ചതാണ്. ഇതിനുവേണ്ടി നമ്മൾ ഉക്രൈന്റെ ഒരു കമ്പനിയുമായി കരാർ ഒപ്പിടുന്നു. ഉക്രൈന്റെ ST എന്ന കമ്പനി, സ്പെക്സ് ടെക്നോ എക്സ്പോർട്ട് എന്നാണ് കമ്പനിയുടെ പേര്. 40 വിമാനങ്ങൾ നവീകരിക്കാൻ നമ്മൾ ആ കമ്പനിയുമായി കരാർ ഒപ്പിടുന്നു. അവർ ആ വിമാനത്തിന്റെ ജോലിയെല്ലാം പൂർത്തിയാക്കി ഇന്ത്യക്ക് നൽകും. ഈ AN-32വിന്റെ ഏവിയോണിക്സ് ആയാലും അതിന്റെ ലൈഫ് അപ്ഗ്രേഡ് ആയാലും അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായാലും ഇവയെല്ലാം ഈ ഉക്രൈന്റെ കമ്പനി ചെയ്തു നൽകും എന്ന് പറഞ്ഞു. ഏകദേശം ഒരു 10 എണ്ണം ചെയ്തു നൽകും എന്നതായിരുന്നു കരാർ. അതിനുശേഷം 60 AN-32 എന്ന എയർക്രാഫ്റ്റ് ഇന്ത്യക്കുള്ളിൽ തന്നെ ഉക്രൈൻ ഒരു ഫാക്ടറി നിർമ്മിക്കുകയും ഇവിടെ തന്നെ അതിന്റെ ജോലികളെല്ലാം ചെയ്തു നൽകുമെന്നും പറഞ്ഞു. TOT, ടോട്ടൽ ടെക്നോളജി ട്രാൻസ്ഫർ വഴി. പക്ഷേ പെട്ടെന്ന് റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം ഈ AN-32 കരാറിൽ നിരവധി പ്രശ്നങ്ങളുണ്ടായി. ഇതുമാത്രമല്ല, അടുത്ത പ്രോജക്ട് 11356M ഫ്രിഗേറ്റ്, ഈ പ്രോജക്ട് 11356M ഫ്രിഗേറ്റിന്റെ എഞ്ചിൻ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയും ഉക്രൈനും. ഇത് ഉക്രൈൻ ചെയ്തു നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഈ ഒരു യുദ്ധം കാരണം അവരുടെ തുറമുഖങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. അങ്ങനെ ആക്രമിക്കപ്പെട്ടപ്പോൾ ഈ പ്രോജക്ട്, ഇന്ത്യയുടെ ഒരു പ്രോജക്ട് 11356M ഫ്രിഗേറ്റിന്റെ പ്രധാനപ്പെട്ട വികസനം അവിടെ തടസ്സപ്പെടുന്നു. അതിനുശേഷമാണ് ഇന്ത്യയും ഉക്രൈനും ഒരു തീരുമാനത്തിലെത്തുന്നു. ഈ എഞ്ചിൻസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതിന്റെ സ്പെയർ പാർട്സ് എല്ലാം തന്നെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാം. ഉക്രൈനിൽ ഒരു നല്ല സാഹചര്യമല്ല. ഉക്രൈനിലെ മോശം സാഹചര്യം കാരണം പെട്ടെന്ന് ഇന്ത്യയിലേക്ക് എഞ്ചിൻ മാറ്റാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഈ 2 പദ്ധതികളും വൈകുകയായിരുന്നു. അപ്പോൾ ഈ ഒരു യാത്രയിലൂടെ ഈ തടസ്സങ്ങളെല്ലാം മാറുമെന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്ത് ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്ത് എന്നുള്ളതും, മറുവശത്ത് നമ്മുടെ സൈന്യത്തിന് ആവശ്യമായ പദ്ധതികളും സഹായങ്ങളും ഇതെല്ലാം നടപ്പിലാക്കാനും വേണ്ടിയാണ് ഈ ഒരു യാത്ര. ഇത് കാരണം റഷ്യയിൽ നിന്നും ഒരുപാട് എതിർപ്പുണ്ടാകുമല്ലോ. അതെങ്ങനെ ഇന്ത്യ നേരിടും? സത്യത്തിൽ റഷ്യയും ഇന്ത്യയും വേർപിരിയുകയാണോ? ചൈനയും റഷ്യയും ഒന്നിക്കുന്നുണ്ടോ? ഇത് കാരണം ഇന്ത്യക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? ഇവയെല്ലാം മറ്റൊരു വീഡിയോയിലൂടെ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ കണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈനിലേക്ക് പോയതിന്റെ കാരണം എന്താണ്, ആ കാരണം ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇന്ത്യയുടെ ഈ ഒരു ഉക്രൈൻ സന്ദർശനം വഴി ഇന്ത്യക്കും റഷ്യയ്ക്കും തമ്മിൽ അവരുടെ ബന്ധത്തിന് എന്തെങ്കിലും വിള്ളലുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.